ഓം ശ്രീ ഗുരുഭ്യോ നമ. ദർശനം കഴിഞ്ഞ് മുറിയിലെത്തിയാൽ അമ്മ ഉത്തരവാദിത്തങ്ങളുള്ള മക്കളെ വിളിക്കും, കാര്യങ്ങൾ നിരക്കും, പിന്നെ കത്തുകൾ വായിക്കും. ഒന്ന് തല ചായ്ക്കുമ്പോഴേക്കും നേരം വെളുക്കാറാകും. കുറച്ചു കഴിഞ്ഞാൽ സ്ഥാപനങ്ങളിലെ മക്കൾ വരും. അവർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ ഭക്തന്മാർക്ക് ദർശനം കൊടുക്കേണ്ട സമയമാകും. ഒരിക്കൽ അമ്മ ഒന്ന് കിടക്കാൻ തുടങ്ങുന്നേയുള്ളൂ, നേരം വെളുക്കാറായി. ഒരു കാക്കയുടെ ദയനീയമായ കരച്ചിൽ. അത് കേട്ട് അമ്മയ്ക്ക് എന്തോ ഒരു വിഷമം. ലക്ഷ്മിയോട് അതിന് ബിസ്ക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസവും ആ സമയത്ത് തന്നെ അതേ ദീനമായ കരച്ചിൽ കേട്ടു. അമ്മയുടെ മനം അലിഞ്ഞു. മറ്റൊരു കാക്കകളോടും തോന്നാത്ത എന്തോ ഒരു ഭാവം. അമ്മ എഴുന്നേറ്റു, ചെന്നു നോക്കി. ആ കാക്കയ്ക്ക് ഒരു കണ്ണുമില്ല, ഒരു കാലുമില്ല. അതുകൊണ്ട് ആ പാപത്തിന് ഇര തേടുക വിഷമവുമാണ്. അതിൻ്റെ വേദന അമ്മയുടെ വിശ്വമനസ്സിനെ ബാധിച്ചു. ആ സുഹൃതിയായ ജീവന് വിശ്വജനിയിൽ നിന്നും എന്നും ബിസ്ക്കറ്റ് പ്രസാദവും കിട്ടിത്തുടങ്ങി. നമഃശിവായ. സകല ചരാചരങ്ങളുടെയും ദുഃഖമറിയുന്ന അമ്മ നമ്മുടെ വിഷമതകൾ അറിയാതിരിക്കുന്നു. അങ്ങനെയുള്ള സംശയം തന്നെ നമ്മുടെ അജ്ഞതയല്ലേ, അവിവേകമല്ലേ? ആരും പറയാതെ തന്നെ പാകമാകുന്ന സമയത്ത് ചെയ്യേണ്ടത് അമ്മ ചെയ്യും. അതുവരെ പരാതിയില്ലാതെ അമ്മ ഏൽപ്പിച്ചിരിക്കുന്ന ആ സ്വധർമ്മം ഉത്സാഹത്തോടെ തുടരാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള ശക്തിക്കായി, വിവേകത്തിനായി നമുക്ക് അമ്മയോട് തന്നെ പ്രാർത്ഥിക്കാം.